അങ്ങനെ ജീവിത വിശുദ്ധിയാണ് ഞങ്ങൾക്ക് മാതൃകമായി കടന്നുപോയത്. ഈ വീട്ടിലാവുന്നതിനോട് ഞങ്ങളുടെയും ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ തിരുവിഴുണ്ടാകുകയാണ്. ഞങ്ങളുടെ വിശുദ്ധാത്മാവായ എന്നേക്കുമായി ജീവിക്കുവാൻ ഞങ്ങളുടെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലുകൾ അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പ്രധാനമായി അണിയൊരുങ്ങിയ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടി അവിടെ നിന്ന് അവരോട് വസിക്കും. അവർ അവിടുത്തെ യജമാനായിരിക്കും. അവിടെ നിന്ന് അവരോടുകൂടെ ചെയ്യും. അവിടെ നിന്ന് അവരുടെ വീടുകളിൽ നിന്ന് കടന്നതിനെ കുറിച്ച് ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ പുറമേയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞങ്ങൾ പരിഹരിക്കുന്നു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ പുഴയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം ഇതെല്ലാം അവകാശപ്പെടുകയാണ്. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആദരിക്കപ്പെടും. കർത്താവ് എന്റെ ജീവിതത്തിൽ കൊണ്ടയാണ് ഞാൻ കഴിക്കുന്നു. കർത്താവ് എന്റെ പ്രകാശമാവും. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. ഒരു കാര്യമാണ് ഞാൻ തേടും. കർത്താവിന്റെ മാസത്തിൽ ആസ്വദിക്കുന്നവരും കർത്താവിന്റെ ആലയങ്ങളിൽ അവിടുത്തെ ആലയത്തിന് വേണ്ടി ജീവിതകാലം കൊണ്ട് അവിടുത്തെ ആലയങ്ങളിൽ വസിക്കാൻ തന്നെ കർത്താവ് എന്റെ പ്രകാശം നിശ്ചയമാകും. കർത്താവെ ഞാൻ വിശദീകരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളോട് എനിക്ക് ഉത്തരവിടണമേ. കർത്താവെ അങ്ങയുടെ ഞാൻ തേടും. എന്നെ ഹൃദയം അങ്ങയോടുണ്ടെങ്കിൽ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് ആശ്രയിക്കരുത്. എന്റെ സഹായകനായ അങ്ങയുടെ ദാസനെ ഓരോരുടെയും പ്രതികളയരുത്.
എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുത്, എന്നെ കൈവിടരുത്. കർത്താവ് എൻ്റെ പ്രകാശവും ക്ഷേമവും ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പ്രത്യാശപ്പെടുകയും ദുർബലരാകാതെ ധൈര്യപ്പെടുകയും കർത്താവിന് വേണ്ടി കരുതുകയും. കർത്താവ് എൻ്റെ പ്രകാശവും ക്ഷേമവും നീതിക്ക് വേണ്ടി രക്ഷിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിലാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിലാണ് ലഭിക്കും. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കുന്ന ഭാഗ്യവാന്മാർ സർവരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യരെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവർക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്തു. നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആരംഭിച്ച് ആഹ്ലാദിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരുന്നു. കർത്താവിന്റെ സുവിശേഷം. സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കും. Heavenly Father, we trust our grandparents in your hands. Your soul find rest in your eternal peace, free from pain and suffering. Grant the joy of your presence and the light of your glory forever. Amen. Lord of compassion, in your mercy, forgive any shortcomings of our mankind and transcend the വിശുദ്ധ ബൈബിളിലെ ഏറ്റവും മനോഹരമായ വാക്ക് മൂന്നാം ദിനം എന്ന വാക്കാണ്. മൂന്നാം ദിനം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കാണ്. ജീവിതത്തിലുടനീളം ഏതെല്ലാം നിമിഷങ്ങളിൽ മനുഷ്യന്റെ സമയം അവസാനിക്കുമ്പോൾ ദൈവത്തിന്റെ സമയം ആരംഭിക്കുന്നതിനെയാണ് മൂന്നാം ദിനം എന്ന് വിശേഷിപ്പിക്കുക. ആ മൂന്നാം ദിവസം കാണാതെ പോയ ദേവാലയത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ജ്വാലാപ്രവാഹങ്ങളുടെ ആ വലിയ ജീവിതം പിന്നീട് മൂന്നാം ദിനമാണ് തിമിംഗലത്തിൽ നിന്ന് കരയിലേക്ക് പ്രവേശിച്ചു. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം മൂന്നാം ദിനമാണ് ഉണ്ടാകുന്നത്. നമ്മെ സ്നേഹിച്ച് കടന്നു പോകുന്നത് ഒരിക്കലും മരിക്കാൻ കഴിയില്ല. ഈ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച വലിയ വിശുദ്ധമായ ജീവിതമാണ്. ഓരോ മക്കളുടെയും ജീവിതത്തിൽ മാതാപിതാക്കന്മാർ കടന്നു പോകുന്നത് ജീവിതത്തിൽ വലിയ ശൂന്യതയാണ് ഉണ്ടാകുന്നത്. മാതാപിതാക്കന്മാർ ഒന്നും ചെയ്തില്ലെങ്കിൽ
വീട്ടിലേക്ക് ചെയ്തു മോനെയും മോളെയും വിളിക്കാൻ ആ വീട്ടിലുണ്ടായിരിക്കും. വലിയ ആശ്വാസമാണ്, വലിയ അനുഗ്രഹം. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മൾ അടിപൊളിച്ച് ബോധ്യത്തോടുകൂടി വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പിതാവ് കടന്നു. ഈ പ്രതീക്ഷയിൽ പ്രത്യാശയുമാണ് ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ആ 3-ാം ദിവസം നമ്മുടെ പരസ്പരം കണ്ടുപിടുത്തം ചെയ്യും. ആ വലിയ ബോധ്യത്തോടുകൂടി നമ്മളിൽ നിന്ന് കടന്നുപോയത്, നമ്മളെ ശ്രദ്ധിച്ചു കടന്നുപോയത്, നമുക്ക് വേണ്ടി ജീവിക്കുന്ന സന്തോഷം നമ്മെ വളരെ വലുതാക്കി ആ ദൈവസന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സത്യമായി പരിശുദ്ധനാകുന്നു. ശരീരവും വ്യക്തവുമായി തീരുമാനം അവിടെ കുട്ടിക്കൊടുക്കപ്പെട്ടു. സമൻസാരികൾ ശ്രദ്ധിച്ചപ്പോൾ ആശ്രയിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും നിന്ന് വാങ്ങി എൻ്റെ നാളുകൊണ്ട് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. വീണ്ടും അങ്ങേക്ക് പ്രകാശിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ആ മോചനത്തിനായി ചിന്തപ്പെടാനിലേക്ക് നിർമ്മിക്കുന്നത് അവയവും സനാതനമായ ഉടമ്പടിയുടെ പാരപാത്രമാകുന്നു. ഇത് നിങ്ങൾ യോഗപ്രകാരം ചെയ്യുന്നു. വിശ്വാസത്തിന്റെ അവിടുത്തെ മരണം ഓർത്തുകൊണ്ട് ഈ തിരുമുന്നിൽ നിൽക്കുന്നതിനും നീ പരിചരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നന്ദി പറഞ്ഞു. ജീവിതവും രക്ഷയുടെ ആത്മാക്கவும் സമർപ്പിക്കുന്നു. ക്രിസ്തു ശരീരത്തിലും രക്തത്തിലും ഉപജീവിക്കുന്നതിനും പരിശുദ്ധാത്മാവിൽ ഒന്നാം ചേർക്കുന്ന താഴെയുള്ള ലക്ഷ്യം. കർത്താവേ, ആവശ്യമായ ഈ ലോകത്തിൽ മക്കളെ കുറിച്ച് അങ്ങേ അങ്ങേ പുതുക്കെ പറയുന്ന സദൃശ്യമായ അവിടുത്തെ ഉദ്ധാരണത്തിൽ മാറ്റണം.
ജീവനായകമായ ഈ ദിവ്യപ്രകാശം നവീകരിക്കാനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വഴി പങ്കാളിയാകുവാൻ അങ്ങയുടെ ആഗ്രഹം ഞങ്ങളുടെ പിതാവ് വിൻസെന്റ് പീറ്ററിന്റെ ആത്മാവ് ഈ ദിവ്യപ്രകാശം ശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സമാധാനം അനന്തരവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തുവിനോട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഞങ്ങൾ പുരുഷന്റെ ദിവ്യ രഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും നീ തിരുക്കുമാരൻ്റെ മഹനീയമായ പുനരുത്ഥാന ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ പിതാവ് വിൻസെന്റ് പീറ്ററിനെ പാവഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ഈ സഹോദരന് നിത്യവിശ്രാന്തി നൽകണമേ. സഹോദരന്റെ ആത്മാവ് മരിച്ചുവിട്ടുള്ള വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിൽ ആശ്വദിക്കട്ടെ. രക്തത്തെ കുറിച്ചോണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവേ, അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വദിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
നിറഞ്ഞ മറിയമേ സ്വീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ജോൺ പീറ്ററിന്റെയും ഗ്രേസി പീറ്ററിന്റെയും ബിയാട്രസിന്റെയും ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ.